സോ ഹലോ ഗൈസ്, വെൽക്കം. ഇതിൻ്റെ ആദ്യ ഫസ്റ്റ് ആയിട്ടുള്ള പുതിയ ചാനലാണ്. ചാനലിൻ്റെ പേര് സർവൈവൽ ടീം എന്നാണ്. അപ്പം നമ്മൾ കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റാണ്. സോ ഒരു സർവൈവൽ വേൾഡ് കളിച്ചു തുടങ്ങാം. ഇതിൻ്റെ തുടർന്ന് വീഡിയോസ് കാണാൻ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഫസ്റ്റ് ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്യാം. സർവൈവൽ വേൾഡിന് പേരെന്തിടും? ചാനൽ പേരഞ്ഞു കൊടുക്കാം. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഓക്കെ, ബാക്കി ഞാൻ ഷെയ്ഡേഴ്സൊന്നും ഉപയോഗിക്കില്ല. കാരണം ഞാനൊരു മൊബൈലിലാണ് കളിക്കുന്നത്. അപ്പോൾ അത് ഐഫോണിലാണ്. അപ്പോൾ ഷെയ്ഡേഴ്സൊക്കെ ആടാൻ കുറച്ച് പണിയാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് ഫസ്റ്റായിട്ട് വുഡ് എടുക്കണം. മരം 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 ഇപ്പോൾ ക്ലിയർ ആയില്ല സൗണ്ട്? രാത്രി ആളുകൾ നമുക്ക് ആദ്യം പോയിട്ട് വുഡ് കളക്ട് ചെയ്തുകൊണ്ട് വെപ്പൺസും ഒരു വീടൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ മരം വെട്ടുന്ന നേരം കൊണ്ട് എല്ലാവരും പ്ലീസ് ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെന്താണത്? കൈനെ കൊണ്ട് കുത്തിപ്പൊളിക്കണ മരം. അപ്പം നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാനുള്ള വുഡ് അയക്കുന്നതാണ് തോന്നുന്നു. അപ്പോൾ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ഇനി നമുക്ക് ആദ്യം സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് പിക്കാക്സ് ഇതൊക്കെ മൈനിങ് തുടങ്ങാൻ വേണ്ടി അത് ഉണ്ടാക്കണം. ആദ്യം ഒരു വുഡൻ പിക്കാക്സ്, ഒരു വുഡൻ ആക്സ്, സോഡ് വേണമായിരിക്കും. സോഡ് വേണ്ട ആൾക്കാർ. ആദ്യം നമുക്ക് പൊട്ടിച്ച് നമുക്ക് കല്ലൊക്കെ എടുത്ത് മൈനിങ് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മൈനിങ്ങിൽ നിന്ന് കിട്ടിയ കോബിൾ സ്റ്റോണൊക്കെ വെച്ച് ഹൗസ് ഉണ്ടാക്കാം. അത് വീടുണ്ടാക്കാൻ മറ്റൊരു സ്ഥലം നോക്കട്ടെ. എന്നൊരു കേവ്. അയ്യോ, ഈ കുതിരനെ ഓടിക്കാൻ പറ്റുമായിരിക്കും. ഓ നമുക്ക് ഏത് സ്ഥലത്തിൽ വീടുണ്ടാക്കും? നല്ല അടിപൊളി സ്ഥലം കിട്ടിയതാ. നമുക്ക് ഈ ഭാഗത്തായിട്ടൊരു വലിയ വീട് പണിയാം. വലുതൊന്നുമില്ല, ഒരു ബേസിക് ഒരു 100 വീടായിരിക്കും. നമുക്കപ്പോൾ ഈ ഭാഗത്തൊരു മൈൻ ചെയ്യാം. അവിടെ ഷവല് വേണം. ഷവലൊക്കെ വേണ്ട. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ മൈനിങ് കഴിഞ്ഞിട്ട് ഇന്ന് കാണാം.
ഗൈസ് പിന്നെ മൈനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്താ ഇപ്പോൾ ഇപ്പോൾ അയ്യോ കൊന്നോ ഞാൻ. എനിക്ക് ഈ റോസാണ് തിന്നാൻ പറ്റുമോ നോക്കാം. തിന്നോട്ടെ. കഴിക്കാൻ പറ്റില്ല. അതിൻ്റെ ഇത് ഫുഡ് ഫുള്ളാണല്ലോ. മൈനിങ് ആയിട്ട് നമുക്ക് എത്ര കോബിൾ സ്റ്റോൺ കിട്ടുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു സോഡ് ഉണ്ടാകും. പിക്കാക്സ് ഒക്കെ ഉണ്ടാക്കും. എൻ്റെ മറ്റേ വുഡിൻ്റെ പിക്കാക്സ് ഒക്കെ പൊട്ടിപ്പോയി. അപ്പം നമുക്കൊരു ഒരു മറ്റേ സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കാം. പിന്നെ ഒരു സ്റ്റോണിൻ്റെ ഷവൽ ഉണ്ടാക്കാം. പിന്നെ സ്റ്റോണിൻ്റെ ഒരു ആക്സും കൂടി ഉണ്ടാക്കാം. അത് മതിയെന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കി നമുക്കിത് ഇതും കൂടി പിടിച്ചുകൊണ്ടു. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഇപ്പോൾ കിട്ടിയ കോബിൾ സ്റ്റോണിനെ കൊണ്ട് ഒരു വീട് പണിയാൻ നോക്കട്ടെ. ഒരു വീടിനൊരു ബേസ്മെൻറ്റ് വിട്ടിട്ട് ഒരു നൂറ് വീടായിരിക്കും. വീടെന്ന് പറയാൻ മാത്രമൊന്നും ഉണ്ടാവില്ല. അടാ ഏച്ചപ്പോൾ ഞാൻ വീട് പണിതിട്ടുണ്ട് കാണാം. അപ്പോൾ ഗൈസ് അങ്ങനെ 5-6 മണിക്കൂറത്തെ കഷ്ടപ്പെട്ട എൻ്റെ ഇതൊക്കെ തീർന്നിരിക്കുന്നു. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ബിൽഡ് ചെയ്ത എല്ലാ പണികളും കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ വീടിൻ്റെ ഫൈനൽ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. കാണാൻ റെഡിയല്ലേ? 3, 2, 1 ഉണ്ടോ? എൻ്റെ വീട് പുറത്ത് കാണാൻ ബേസിക് വീടാണെങ്കിൽ ഇവിടെ റിസോഴ്സ് കണ്ടെങ്കിൽ നോക്കും. ഞാൻ പിന്നെ വീട്ടിൽ കയറാൻ പാകത്തിന് അതിൻ്റെ ഒരു ബോട്ടിൽ ഉണ്ടാക്കിയിരുന്നു. ഞാൻ പോയോ നമുക്ക് വരും ഭാഗങ്ങളിൽ. പിന്നെ അതാണ് എൻ്റെ വീട്. ഉള്ളിലൊക്കെ കയറുമ്പോൾ ഞാൻ ഫുൾ ഡയമണ്ട് ആർമറും എനിക്കൊന്നൊരു ഗോൾഡൻ ആപ്പിളും എല്ലാം സെറ്റാണ്. പിന്നെ അത് അവിടെ വീട്ടിലൊക്കെ കയറുമ്പോൾ എൻ്റെ കിടക്ക, പിന്നെ ഇവിടെ കുറച്ചൊരു പെയിൻറ്റിങ്, പിന്നെ ഇത് വരുന്ന സ്മെൽത്തറോ അങ്ങനെ എന്തോ, പിന്നെ ഫുള്ള് കാർപ്പറ്റും ഡിസൈനൊക്കെ ചെയ്തിരിക്കുകയാണ്. പിന്നെ വീടിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഫുള്ള് റിസോഴ്സിൻ്റെ ആണ്. ഈ ഒരു ചെസ്റ്റിലൂടെ പോയി ഈ ഒരു ചെസ്റ്റ് ഫുള്ള് ഗോൾഡ്, എൻ്റെ മുകളിലത്തെ ചെസ്റ്റിൽ ഫുള്ള് TNT, എൻ്റെ സൈഡിലെ ചെസ്റ്റിൽ ഫുള്ളും ഡയമണ്ട്. ഇതൊക്കെ ഞാൻ ഡയമണ്ട് അവിടെ അയ്യോ ഡയമണ്ട് കാണില്ല. ഞാൻ ഇത്ര മൈൻ ചെയ്തുണ്ടാക്കിയതൊക്കെ ഡയമണ്ട് അതിൽ പിന്നെ ഫുള്ളായാണ്. പിന്നെ എത്തിക്കണ്ട അങ്ങനെ നട്ടു. ഇതിൽ കോള്, പിന്നെ ഇതിൽ എമറാൾഡ്, ഞാൻ പിന്നെ ട്രേഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയതാണ്. പിന്നെ ഇതിലും കുറച്ച് എമറാൾഡ് കോളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ നിറച്ചും ഗ്ലാസ്, ഇതിൽ ബാക്കി വന്ന ഗോൾഡ്, പിന്നെ ഇതിലൊരു ടെലസ്കോപ്പ് കയ്യിലേക്ക് ഇട്ടോട്ടെ കൊണ്ടോ ഞാൻ പോയി കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഫുൾ എൻചാൻറ്റഡ് ആർമേഴ്സ്, ഇവിടെ അടുത്ത എൻചാൻറ്റഡ് ആർമർ, ഇത് എൻചാൻറ്റ് ചെയ്ത ആർമറാണ്. പിന്നെ ഇതിൽ ഞാൻ വെച്ചില്ല. പിന്നെ അടിയിൽ നിന്ന് നോക്കുമ്പോൾ ഇതിൽ ഫുൾ എൻചാൻറ്റഡ് അയൺ സോഡ്സും കാര്യങ്ങളാണ്. പിന്നെ ഫുൾ എൻചാൻറ്റഡ് ഗോൾഡൻ സോഡ്സും കാര്യങ്ങളാണ്. പിന്നെ എന്താണിത്? പിന്നെ നോക്കുമ്പോൾ ഫുൾ എൻചാൻറ്റഡ് ഡയമണ്ട് സോഡും കാര്യങ്ങളൊക്കെയാണ്. ഡയമണ്ട് അല്ലാണ്ട് വേറെ നെതറൊന്നും കിട്ടില്ല, കാരണം നെതറിൽ പോയില്ലല്ലോ. പിന്നെ ഫുൾ എൻചാൻറ്റഡ് ഗോൾഡൻ ആപ്പിൾ ഫുഡായിട്ട്, ലാസ്റ്റിൽ ഫുൾ എൻചാൻറ്റഡ് ഗോൾഡൻ ആപ്പിൾ. പിന്നെ ഇതാണ് എൻ്റെ എൻചാൻസിൻ്റെ കൊണ്ടും ഇതൊക്കെയാണ് ഇപ്പോൾ ഒരു 5-6 മണിക്കൂർ ഞാൻ ഇരുന്നുണ്ടാക്കിയതാണ് ഇതൊക്കെ. ഇതിനെ കിടക്കാം. അപ്പോഴത്തേക്ക് ഇത്രയുള്ള എൻ്റെ വീഡിയോ. ഇതിൻ്റെ അടുത്ത പാട്ട് കാണുമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത പാട്ടിൽ നമ്മളെന്തായാലും നെതറിലും പിന്നെ വീട്ടിൽ കുറച്ചും കൂടി നല്ല കാര്യങ്ങളൊക്കെ വെക്കലും, പിന്നെ നെതറിൽ പോലും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇങ്ങനത്തെ പാട്ട് വേണം ഡു കമൻറ്റ് ബിലോ. താങ്ക് യു ഫോർ വാച്ചിങ്. I'm the king when I'm in the rain. I'm a G when I'm in the van.